പുത്തുമല ദുരന്തത്തിന് 5 ആണ്ട് പൂർത്തിയാകുമ്പോഴാണ് ചൂരൽമലയിലും ഉരുൾപൊട്ടി ജീവനെടുക്കുന്നത്. മരണസംഖ്യ ഇപ്പോഴും ഉയരുന്നു. ലഭിച്ച മൃതദേഹങ്ങളിൽ പലതും തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. തിരിച്ചറിയപ്പെടാത്തവർക്ക് അന്തിയുറങ്ങാൻ തിരഞ്ഞെടുക്കപ്പെട്ടതും 2019 ദുരിതം പെയ്തിറങ്ങിയ പുത്തുമലയിലെ വഴികളാണ്. 2019 ഓഗസ്റ്റ് 8 വയനാടിനെ പിടിച്ചുകുലക്കി പുത്തുമലയിൽ ദുരന്തം പെയ്തിറങ്ങി. 17 പേർ മരണപ്പെട്ടു. 5 പേർ ഇപ്പോഴും ഈ മണ്ണിനടിയിലുണ്ട്. എനിക്ക് പുറകിൽ കാണുന്നത് 5 ആണ്ട് തികയുന്ന ആ ദുരന്തത്തിൻ്റെ ശേഷിപ്പുകളാണ്. അവിടെയാണ് പുത്തുമല പണ്ട് ഉരുള് പൊട്ടിയിട്ട് ഈ മലയിൽ നിന്ന് മറ്റൊരു മലയ്ക്ക് മറിച്ച് ഭൂമി പ്രപഞ്ചങ്ങൾ കംപ്ലീറ്റ് ഭൂമി കൂടെ വെള്ളം ഒലിച്ചു വന്ന് മരങ്ങളും ഇതൊക്കെ ഉടഞ്ഞു വന്ന് ഞങ്ങൾ 17 ആളെ മരിച്ചുപോയി. അതിൽ 5 ആളിഞ്ഞ് കിട്ടാനാണ്. ആ വിഷമം തീർന്നിട്ടില്ല. ആ തീരുന്നതിനിടയ്ക്കാണ് ഈ ദുരിതം ഉണ്ടായത്. ഇപ്പോൾ ചൂരമല മണ്ടക്കായി 100 ബോഡികൾ ഇനിയും കിട്ടാണ്ട് അതിനെ എടുക്കാൻ പറ്റില്ലെന്ന് അങ്ങനത്തെ സിറ്റുവേഷനാണ്. ഇപ്പോൾ അവിടെ മരിച്ച ആളുകളും ഇവിടെ കൊണ്ടുവന്നിട്ട് അടക്കം ചെയ്യുന്നത്. പുത്തുമല ദുരന്തത്തിൽപ്പെട്ട നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത മൃതശരീരങ്ങളും മൃതശരീരങ്ങളുടെ ഭാഗങ്ങളും നമ്മൾ അടക്കം ചെയ്യുന്നത് ഈ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ അവരൊക്കെ ഈ പ്രദേശത്തുള്ളവരാണ്, ഈ പ്രദേശത്ത് ജീവിച്ചവരാണ്, ഈ പ്രദേശത്ത് ജനിച്ചവരാണ് ഈ ഭാഗത്തുള്ളവർ. അപ്പോൾ അവരെ എല്ലാവരെയും ഒരു സ്ഥലത്ത് തന്നെ മറവ് ചെയ്യണമെന്നുള്ള പഞ്ചായത്തിൻ്റെ തീരുമാനപ്രകാരമാണ്, ജനങ്ങളുടെ ആവശ്യപ്രകാരം ആ സ്ഥലത്ത് തന്നെയാണ് ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂട്ടായി മറവ് ചെയ്യുന്നത്. കുഞ്ചിരിമട്ടിൽ നിന്ന് ഉരുൾപൊട്ടി ജീവനെടുത്തെത്തിയ മണ്ണും പാറയും അലവെള്ളവും നിസ്സഹായരായി നിന്ന ഒരുപാട് മനുഷ്യർ. അവരാരെന്ന് പോലും ഇന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണ്. അവർക്ക് അന്തിയുറങ്ങാൻ തിരഞ്ഞെടുത്തതും പുത്തുമല ഉരുൾപൊട്ടിയതിന് അരികിൽ തന്നെ. ഇവിടെ സംസ്കരിക്കുന്ന മൃതദേഹങ്ങൾ ആരുടേതെന്ന് പോലും അറിയില്ല. പക്ഷേ അവരാരും ഒറ്റപ്പെട്ടവരല്ല. അവരെ യാത്രയാക്കാൻ നമ്മൾ ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട് ഇവിടെ. പ്രശോഭ് കുറ്റിയിലും ഓ പ്രശോഭിനുമൊപ്പം വി സോണൽ കൃഷ്ണ, ജനം, വയനാട്.